അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് മൗനമായിരിക്കരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് മൗനമായിരിക്കരുതേ. അങ്ങ് നിശബ്ദനായിരുന്നാൽ കുഴിയിലേക്ക് പോകുന്നവരോടൊപ്പം ഞാനും നശിച്ചു പോകും. ഞാൻ അങ്ങയുടെ പക്കൽ നിലവിളിക്കുന്നു. വിശുദ്ധാലയത്തിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു. എന്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. ദുഷ്ടരോടും തിന്മ ചെയ്യുന്നവരോടുമൊപ്പം അങ്ങ് എന്നെ എണ്ണരുതേ. അയൽക്കാരന് അവർ മംഗളം നേരുന്നു. എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത കുടികൊള്ളുന്നു. അവരുടെ ചെയ്തികൾക്കും ദുഷ്ടതയ്ക്കും തക്കവിധം അവരോട് പ്രവർത്തിക്കേ. കർത്താവിന്റെ പ്രവൃത്തികളും കരവേലകളും അവർ കണക്കിലെടുത്തില്ല. തന്മൂലം അവിടുന്ന് അവരെ തട്ടിമറിച്ചിടും. ഒരിക്കലും പുനരുദ്ധരിക്കുകയുമില്ല. കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് എന്റെ യാചനയുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു. കർത്താവാണ് എൻ്റെ സഹായവും ആശ്രയവും. എൻ്റെ ഹൃദയം കർത്താവിൽ ശരണപ്പെടുന്നു. ശരീരം പുഷ്ടി പ്രാപിക്കുകയും ചെയ്യുന്നു. പ്രകീർത്തനങ്ങളാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവിടുന്നാണ് തന്റെ ജനത്തിന്റെ ശക്തി, തന്റെ അഭിഷിക്തന്റെ രക്ഷകനും സഹായകനും. കർത്താവേ, അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ. അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ അങ്ങ് മേയ്ക്കണമേ. എന്നേക്കും നയിക്കണമേ. കർത്താവിന് ആട്ടിൻകുട്ടികളെ കൊണ്ടുവരുവിൻ. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും അർപ്പിക്കുവിൻ. കർത്താവിന്റെ നാമം ആദരിക്കുവിൻ. പരിശുദ്ധമായ അങ്കണത്തിൽ അവിടുത്തെ ആരാധിക്കുവിൻ. കർത്താവിൻ്റെ ശബ്ദം ജലപ്പരപ്പിൽ മുഴങ്ങുന്നു. മഹത്വപൂർണനായ ദൈവം പെരുവെള്ളത്തിന്മീതെ ഇടിനാദം മുഴക്കുന്നു. കർത്താവിന്റെ ശബ്ദം ഗംഭീരവും അവിടുത്തെ സ്വരം മഹത്വപൂർണവുമാകുന്നു.
കർത്താവിൻ്റെ ശബ്ദം ദേവദാരുക്കളെ പിളർക്കുന്നു, ലബനോനിലെ കാരകിൽ മരങ്ങളെ തകർക്കുന്നു. അവിടുന്ന് ലബനോനെ കാളക്കുട്ടിയെ പോലെ തുള്ളിക്കുന്നു, സാനീറിനെ കാട്ടുപോത്തിനെ പോലെയും. കർത്താവിൻ്റെ ശബ്ദം അഗ്നിജ്വാലയെ പിളർക്കുന്നു, അത് വനങ്ങളെ വിറകൊള്ളിക്കുന്നു. കർത്താവ് കാദേശ് മരുഭൂമിയെ നടുക്കുന്നു, അവിടുത്തെ ശബ്ദം മരച്ചില്ലകളെ കുലുക്കുന്നു, വനങ്ങളെ കടപുഴക്കുന്നു. അവിടുത്തെ ആലയത്തിൽ സർവരും സ്തുതി പാടുന്നു. കർത്താവ് പ്രളയത്തെ പിന്തിരിക്കുന്നു, അവിടുന്ന് നിത്യം രാജാവായി വാഴുന്നു. കർത്താവ് തന്റെ ജനത്തിന് ശക്തി നൽകും, സമാധാനം നൽകി അനുഗ്രഹിക്കും. എന്നെ ഉയർത്തിയ കർത്താവെ, ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തും. എനിക്കെതിരെ സന്തോഷിക്കാൻ ശത്രുക്കളെ അങ്ങ് അനുവദിച്ചില്ല. ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയോട് അപേക്ഷിച്ചു, അങ്ങ് എന്നെ സുഖപ്പെടുത്തി. ശീയോലിൽ നിന്ന് അങ്ങ് എന്നെ കരകയറ്റി, മരണഗർത്തത്തിൽ നിന്ന് ജീവനിലേക്ക് ആനയിച്ചു. കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ, അവിടുത്തെ പ്രകീർത്തിക്കുവേൻ, അവിടുത്തെ പരിശുദ്ധിയുടെ ഓർമ്മ ഏറ്റുപറയുവേൻ. അവിടുത്തെ കോപം നൈമിഷികമാണ്, അവിടുത്തെ കൃപാവരം ആജീവനാന്തവും. സായാഹ്നത്തിൽ സങ്കടം അനുഭവിച്ചാലും പുലരിയിൽ ആനന്ദമുദിക്കും. ഒരിക്കലും ഞാൻ കുലുങ്ങുകയില്ലെന്ന് സമാധാനകാലത്ത് ഞാൻ പറഞ്ഞുപോയി. ദൈവമേ, തിരുമനസ്സാൽ എൻ്റെ മഹത്വം അങ്ങ് ഉറപ്പിച്ചു. എന്നാൽ അങ്ങ് മുഖം മറച്ചതോടെ ഞാൻ ഇളകിപ്പോയി. കർത്താവേ, ഞാൻ അങ്ങയെ വിളിക്കുന്നു. എന്റെ കർത്താവേ, അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. നാശത്തിലേക്ക് ഞാൻ താഴുകയാണെങ്കിൽ എൻ്റെ ജീവൻ കൊണ്ട് എന്ത് പ്രയോജനം? ധൂളി അങ്ങയെ വാഴ്ത്തുകയില്ല, അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കുകയില്ല. ദൈവമേ, എന്നെ ശ്രവിക്കണമേ, എന്നിൽ കരുണ ചൊരിയണമേ. കർത്താവേ, എന്നെ സഹായിക്കണമേ. എന്റെ വിലാപം അങ്ങ് സന്തോഷമാക്കി പകർത്തി, ചാക്കുവസ്ത്രം മാറ്റി എന്നെ ആനന്ദമണിയിച്ചു. ആകയാൽ ഞാൻ ഇനി മൗനമായിരിക്കില്ല, ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും. എന്റെ ദൈവമായ കർത്താവേ, എന്നേക്കും ഞാൻ അങ്ങയെ വാഴ്ത്തും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിന്റെ നാമം പാടി സ്തുതിക്കുവിൻ. ദൈവപ്രീതി ലഭിച്ചവർ അഖിലം വിജയപ്രഭതൻ മകുടം ചൂടി വിരാജിപ്പൂ. തിരുസഭ അവരുടെ ഓർമ്മദിനങ്ങൾ ആനന്ദത്തോടു കൊണ്ടാടുന്നു സാഘോഷം. വിശ്വാസികളോ കീർത്തിക്കുന്നു മിശിഹാനാഥന് സാമോദം. നീതിജ്ഞർക്കു കിരീടം നീ, ശുദ്ധഗണത്തിനു മണവാളൻ. അൽഫോൻസായെ സദയം നീ, സ്വർഗഗണത്തിൽ ചേർത്തല്ലോ. ധന്യർക്കൊപ്പം ഞങ്ങളിതാ നിൻ സ്തുതിഗീതം പാടുന്നു. നാദാ സകലേശ, നിങ്ങളും പൂർണ്ണരായിരിക്കുവിൻ. രക്ഷകനേകിയ കൽപ്പന പോലെ നിജ വ്യക്തിത്വം സമലം കൃതമായി പാലിച്ചും. മലിനതയേശാദാത്മാവിനെയും നൈർമല്യത്തിൽ നയനങ്ങളെയും സൂക്ഷിച്ചും. ദൈവാത്മാവിൻ കീർത്തനഗാനം ചുണ്ടിൽ സന്തതമുരുവിട്ടും. നാഥന് പ്രീതി പകർന്നവളെ അൽഫോൻസായി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നാഥൻ തൻ കരുണാപൂരം ചിന്തിടാൻ ജീവിത ദുരിതമുറച്ചിടും. ഞങ്ങൾ മോചിതരായിടാൻ സ്വർഗം പോകിടാൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മർത്യകുലത്തിനു മോചനമരുളാൻ സ്വയമൊരു ബലിയായി നൽകിയ നാഥനു സാമോദം. തന്നെ തന്നെ ബലിയായി നൽകിയ നിർമ്മലമേഷം അൽഫോൻസായെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നാഥനോടെന്നും ഞങ്ങളുമേവം ബലിയാകാൻ വിശ്വസ്തർക്കായി ദൈവസുതൻ വാഗ്ദാനം ചെയ്തരുളിയിടും. സൗഭാഗ്യത്തിലണഞ്ഞവളെ ഞങ്ങളും അവനുടെ സവിധത്തിൽ സ്വലോകത്തിൽ ചെന്നടയാൻ നാഥൻ കനിയും നാൾ വരെയും പ്രാർത്ഥിച്ചിടണമേ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ശക്തമായ അഭയസ്ഥാനമാകുന്നു. ക്ലേശകാലത്ത് ഞങ്ങളുടെ സഹായകനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ശക്തമായ അഭയസ്ഥാനമാകുന്നു. ക്ലേശകാലത്ത് ഞങ്ങളുടെ സഹായകനാകുന്നു. അങ്ങ് എപ്പോഴും ഞങ്ങളോടൊത്തുണ്ട്. ഭൂമി കുലുങ്ങിയാലും ആഴിയുടെ അടിത്തട്ടിൽ മലകൾ ഇളകിയാലും ഞങ്ങൾ ഭയപ്പെടുകയില്ല. സമുദ്രജലം ഇളകി മറിഞ്ഞാലും അതിന്റെ ശക്തിയാൽ മലകൾ കുലുങ്ങിയാലും ഞങ്ങൾ ഭയപ്പെടുകയില്ല. നീർച്ചാലുകൾ ദൈവനഗരത്തിന് ആനന്ദം പകരുന്നു. അത്യുന്നതന്റെ വാസസ്ഥലം പരിശുദ്ധമാകുന്നു. ദൈവം അതിനുള്ളിലുണ്ട്, അത് ഇളകുകയില്ല. പ്രഭാതവേളയിൽ ദൈവം അതിനെ സഹായിക്കും. ശക്തനായ കർത്താവ് നമ്മോടുകൂടെ. യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായകനും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.
ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ലൗകിക സുഖവും സന്തോഷവുമാ കന്യകതെല്ലാം തേടിയതില്ല. സ്ഥാനവും അതിനുടെ മാനവുമൊന്നും മോഹിക്കാതിഹ ജീവിച്ചെന്നും. ശാരീരികമാം ക്ലേശങ്ങളിലും സ്നേഹത്താൽ അവർ സന്തോഷിച്ചു. നാഥൻ നൽകിയൊരാഹ്വാനത്തിൽ വിശ്വസ്തതയവൾ അനിശം കാത്തു. ആഹ്വാനം പോൽ സ്ലീവയുമേന്തി കാൽവരി കയറി മരണം പുൽകി. പാവന ജീവിത മകുടം ചൂടി വിണ്ണിലുയർന്നവൾ ശോഭിക്കുന്നു. അവളുടെ അർത്തന താങ്ങായി തണലാൻ ഭൂമിയിലെങ്ങും പ്രഭ വിതറുന്നു. താതനും അതുപോൽ സുധനും പാവന റൂഹായ്ക്കും സ്തുതിയെന്നും. ആമേൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ദൈവത്തിൻ്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിനക്ക് പ്രിയപ്പെട്ടവളായ അൽഫോൻസായെ സ്ലീവാ മാർഗത്തിലൂടെ നടത്തി വിജയകിരീടമണിയിച്ച കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ജീവിതകാലത്ത് നിന്നെ പ്രതി മറ്റുള്ളവരുടെ ക്ലേശങ്ങൾ കൂടി ഏറ്റെടുത്ത അൽഫോൻസായെ ഇന്നും മറ്റുള്ളവരുടെ ക്ലേശങ്ങളിൽ സഹായിക്കുന്നതിനായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധ അൽഫോൻസ വഴി നിരവധി അനുഗ്രഹങ്ങൾ വിശ്വാസികൾക്ക് പ്രദാനം ചെയ്യുന്ന കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹപൂർവ്വം അൽഫോൻസ തെരഞ്ഞെടുത്ത സഹന ജീവിതത്തിൽ അവളെ ഉന്നത പദവിയിൽ ഉയർത്തിയ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സഭയോട് ചേർന്ന് സദാ ചിന്തിക്കുകയും സഭയ്ക്ക് വേണ്ടി സ്വയം ബലിയായി അർപ്പിക്കുകയും ചെയ്ത അൽഫോൻസായുടെ ചൈതന്യം സഭാമക്കൾക്ക് ഇവർക്കും പ്രദാനം ചെയ്യണമെന്ന് കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായെ, നിന്റെ ശാന്തിയും സമാധാനവും നിന്റെ ആരാധകരുടെ ഈ സമൂഹത്തിൽ വർദ്ധിപ്പിക്കുകയും വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും ഞങ്ങളോട് കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.